അപ്പോൾ ഇതാണ് നമ്മുടെ കൊടൈ റിസോർട്ടിൻ്റെ ഒരു അടിപൊളി കാഴ്ച. കണ്ടോ, ലെയർ ആയിട്ടാണ്. ചിരി കണ്ടോ, നമ്മുടെ റൂമിൽ നിന്ന് നേരെ വന്നാൽ ഒരു ബാൽക്കണി. വണക്കം, ദിസ് ഇസ് ട്രാവൽ. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കൊടൈയിലാണ്. എപ്പോൾ വന്നാലും മടുക്കാത്തൊരു അടിപൊളി സ്ഥലമാണ് കൊടൈ. അപ്പോൾ കൊടൈ ഒന്ന് ഫാമിലിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ കൊടൈയിൽ ഞങ്ങൾ താമസിക്കുന്നത് കോക്കോസ് വാക്കിനടുത്തുള്ള ഹോട്ടൽ കൊടൈ റിസോർട്ട്, അല്ലെങ്കിൽ കൊടൈ റിസോർട്ട് ഹോട്ടലാണ്. അതിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു കൊടൈ റിസോർട്ട് ഹോട്ടലിലെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സ്റ്റേ ട്യൂൺ. ട്രാവൽ കപ്പ് കോക്കോസ് വാക്കിൻ്റെ സൈഡിലുള്ളൊരു മെയിൻ റോഡാണിത്. മേളിൽ കാണുന്നതാണ് കോക്കോസ് വാക്ക്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് നമ്മുടെ കൊടൈ റിസോർട്ട് ഹോട്ടൽ. മഞ്ഞുണ്ടോ, നല്ല മഞ്ഞാണ് കേട്ടോ, നല്ല തണുപ്പുണ്ട്, നല്ല മരം കോച്ചുന്ന തണുപ്പെന്നൊക്കെ പറയില്ലേ, അതേപോലെ നല്ല തണുപ്പാണ് കൊടൈ റിസോർട്ട് ഹോട്ടൽ. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറുന്നു. ഇവിടെ ഇതാണ് റിസപ്ഷൻ വരുന്നത്. നല്ല രസമാണ് കേട്ടോ, നല്ല പച്ചപ്പും നല്ല ഗ്രീനറിയൊക്കെ ആയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ ഒരു കൊടൈ റിസോർട്ട് ഹോട്ടൽ. അപ്പോൾ ഇവിടേക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടെ ഒരു റിസപ്ഷൻ വരുന്നത്. റിസപ്ഷനകത്ത് പിന്നെ ഇതിനകത്ത് തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. നേരെ അകത്ത് കയറിയാൽ റെസ്റ്റോറൻ്റാണ്. ജസ്റ്റ് റിസപ്ഷനൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ റിസോർട്ട് ഹോട്ടലിന് കുറച്ച് സ്പെഷ്യൽ സാധനങ്ങൾ, ബാർബിക്യൂ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവരുടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ബോർഡിൽ അവരുടെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ്, ബാർബിക്യൂ, ചിക്കൻ, പിന്നെ സീ ഫുഡ് സ്പെഷ്യൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ തിങ്സ് ടു ഡു വൈൽ യു ആർ അറ്റ് കൊടൈ റിസോർട്ട് ഹോട്ടൽ. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളതാണ് ഒരു കൊടൈ റിസോർട്ട് ഹോട്ടലിൽ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് അവരുടെ ഒരു റിസപ്ഷൻ വരുന്നത്. റിസപ്ഷൻ ഏരിയയാണ്. അപ്പോൾ നമ്മളിവിടെ അകത്തോട്ട് പോയി അവരുടെ ഓവർഡെയിൻ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റാണ്, ലൗസ് റെസ്റ്റോറൻ്റാണ്. നല്ല റെസ്റ്റോറൻ്റാണ് കേട്ടോ, നല്ല ഭക്ഷണമായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്നാണ് ഭക്ഷണമൊക്കെ കഴിച്ചതും. അപ്പോൾ ഇതാണ് അവരുടെ ഒരു ഓവർഡൈൻ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കുവാണ്. ഇതാണ് ഓവർഡൈൻ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇത് അവരുടെ റെസ്റ്റോറൻറ്റ് ഒരു ഔട്ട്ഡോർ സ്പേസ് ആണ്, നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ലൈവ് കൗണ്ടറൊക്കെ ഉണ്ട്. അവരിവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സെറ്റ് ചെയ്യാണ്. ഇത് ആക്ച്വലി ഒരു ക്യാമ്പ് ഫയർ പോലെയാണ് കേട്ടോ. ഇതിനകത്ത് ഒരു രാത്രി വിറകൊക്കെ കത്തിച്ച് നല്ല ചൂട് കായാനൊക്കെ പറ്റും. ഇതാണ് ഒരു ഔട്ട്ഡോർ സ്പേസ്. ഇതാണ് ഒരു ഇൻ ഹൗസ് റെസ്റ്റോറൻറ്റ്. ഇത് അകത്തുള്ളൊരു സ്പേസാണ്. ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. ഇവിടെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭക്ഷണമായിരുന്നു, നല്ല റെസ്റ്റോറൻ്റാണ്, നല്ല ആംബിയൻസാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കുറച്ച് കാഴ്ചയിലൂടെ കാണാം. അപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ ആ ഒരു പുറത്തുള്ളൊരു കാഴ്ചയാണ്. നോക്കി എന്ത് രസമാണ് നോക്കിയാൽ, മഞ്ഞൊക്കെ ഇതാണ്. ഇവിടെ ഐ ലവ് കൊടൈ റിസോർട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇവിടെ രണ്ട് മതിലും കംപ്ലീറ്റ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ചെടിയില്ല ഇങ്ങനെ പടർന്നു പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ താഴോട്ട് പാർക്കിംഗ് ഏരിയ ആണ്. അത്യാവശ്യം നല്ല പാർക്കിംഗ് ഏരിയയൊക്കെ ഉണ്ട്. റിസോർട്ടിൻ്റെ ഫ്രണ്ടിലും പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ പോയി കാണാം. മെയിൻ റൂം, പിന്നെ പൂളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് പോയി കാണാം. അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ളത് റിസപ്ഷൻ, റെസ്റ്റോറൻറ്റ്, കോൺഫറൻസ് ഹാൾ, ഷോപ്പ്, ആയുർവേദ സെൻറ്റർ, ബ്യൂട്ടി പാർലർ, പാർട്ടി റൂം, ഓഫീസ്, ഇത്ര ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാം. എന്നിട്ട് ഞാൻ ഞങ്ങളുടെ റൂമൊക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ട്. നല്ല രസമുള്ള റൂമാണ്. ഇവിടേക്ക് ഒരുപാട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഞങ്ങളുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല മഞ്ഞാണ് കേട്ടോ, നല്ല അടിപൊളി മഞ്ഞാണ്. രാവിലെ ഇപ്പോൾ സമയം ഒരു 7:15 ആയി. രാവിലെ എന്നല്ല, ഉച്ചയ്ക്ക് 12 മണി വരെ നല്ല മഞ്ഞാണ്. ഇവിടെ എല്ലാം ഓരോ കാറ്റഗറി റൂമാണ് കേട്ടോ. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്ത് രസം നോക്കി, മരമൊക്കെ കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഓരോ കാറ്റഗറി റൂംസാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്ന് നമുക്ക് പുറത്തു പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ റൂമിൻ്റെ അതുവഴി നമുക്ക് നടന്നങ്ങ് താഴെ പോവാം. താഴത്ത് പോയി കഴിഞ്ഞാൽ നല്ല ലോണും ഒരു ഗാർഡനൊക്കെയാണ്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കാണാം. ഇവിടെ എല്ലാം രണ്ട് സൈഡിലും റൂംസാണ് കേട്ടോ. രണ്ട് സൈഡിലും ഓരോ കാറ്റഗറി റൂംസാണ്. ഇതെല്ലാം റൂമാണ്. ഈ രണ്ട് സൈഡിലും ഒരു തട്ട് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു വ്യൂ ആണ് കാണാൻ പറ്റുന്ന അവരുടെ ബാൽക്കണി. മിക്ക റൂംസിനും ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിൽ നല്ല വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്നതാ താഴെ എത്തുന്നു. ഇവിടെ ഒരു സ്വിമ്മിങ് പൂളാണല്ലോ കേട്ടോ. കണ്ടോ, അടിപൊളി ഒരു സ്വിമ്മിങ് പൂളാണ്. ഇത് രസം നോക്കിയേ. ഈ തണുപ്പത്തൊക്കെ സ്വിമ്മിംഗ് പൂളിൽ അതിൽ കിടക്കുമെന്ന് ചോദിച്ചാൽ കിടക്കാൻ കേട്ടോ. ഞാൻ വന്ന ദിവസം നോക്കിയപ്പോൾ ഒരുപാട് പേര് സ്വിമ്മിംഗ് പൂളിലുണ്ടായിരുന്നു.
നല്ല അടിപൊളി ഒരു സ്വിമ്മിംഗ് പൂളാണ്. സ്വിമ്മിംഗ് പൂളിനോട് ചേർന്ന് തന്നെ ഡ്രസ് ചേഞ്ചിങ് റൂമും വാഷ്റൂമും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കൊടൈ റിസോർട്ടിൻ്റെ ഒരു അടിപൊളി കാഴ്ച. കണ്ടോ, ലെയറായിട്ടാണ് ആ റൂംസൊക്കെ ഇരിക്കുന്നത്. ഇതെല്ലാം റൂമുകളാണ്, പല കാറ്റഗറി റൂംസാണ്. നല്ല രസമുണ്ടല്ലേ, നല്ല ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ഫ്ലവേഴ്സും ഗാർഡനും ഒക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഇതൊരു ലോൺ ഏരിയ ആണ്. ഇവിടെ ഒരു ക്യാമ്പ് ഫയർ, ഔട്ട്ഡോർ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാറുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനൊരു പാർക്കുണ്ട്. ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് പൂള്. അപ്പം ഈ ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ, കൊടൈക്കനാൽ സ്വിമ്മിംഗ് പൂളൊക്കെ നോക്കി വരുന്നവർക്ക് ഇത് നല്ലൊരു പ്രോപ്പർട്ടിയാണ്, ഈ കൊടൈ റിസോർട്ട് ഹോട്ടൽ. അപ്പോൾ നമുക്കിനി ജസ്റ്റ് മേലോട്ടൊക്കെ നോക്കി കണ്ടല്ലോ. ഇതെല്ലാം ഓരോ ടൈപ്പ് റൂമാട്ടോ. ഇതെല്ലാം ബാൽക്കണി ഉണ്ട്. ഈ ഒരു ക്ലൈമറ്റാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ആ ഒരു അസറ്റ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു ക്ലൈമറ്റിൽ ഈ പ്രോപ്പർട്ടി ഭയങ്കര കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ഇതൊരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ ആണ്. കുട്ടികൾക്കൊക്കെ ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ കുട്ടികൾക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ഇതാ കണ്ടോ, ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട്. പിന്നെ നമുക്കിതാ ഇവിടെ ഇരിക്കാനും ഒരു ചെറിയ കനോപ്പി പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, ഇതൊരു ചെറിയ കനോപ്പിയാണ്. കുട്ടികളൊക്കെ ഇവിടെ കളിക്കുകയാണെങ്കിൽ പാരൻസിനൊക്കെ ഇവിടെ ഇരുന്ന് കാണും, എൻജോയ് ഒക്കെ ചെയ്യാം. ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ആ ഒരു ഫ്ലവേഴ്സും ചെടികളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഭയങ്കര രസമുണ്ട് കാണാൻ തന്നെ ആയിട്ട്. ഈ ഒരു ഫ്ലവറൊക്കെ നോക്കി ഞാൻ മുൻപ് ഊട്ടി പോയപ്പോൾ, ഊട്ടി ലോങ്കൺ റിസോർട്ടിൽ കണ്ട അതേ ഫ്ലവറാണ് ഇവിടെ ഉള്ളത്. കണ്ടോ, നല്ല വയലറ്റ് കളറിൽ. അപ്പോൾ നമുക്കിനി മേലോട്ട് കയറി പോവാം. കൊള്ളാമല്ലേ, ഇതാ നോക്കി എന്ത് രസം. നോക്കി ഇവിടെ നിറച്ച് നിൽക്കുകയാണ് ഫ്ലവേഴ്സ്. അടിപൊളി അല്ലേ. നല്ല ക്ലൈമറ്റാണ് കേട്ടോ, നല്ല മഞ്ഞാണ്. ആക്ച്വലി മഴയുണ്ടായിരുന്നു. മഴ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ, നല്ല മഴയായിരുന്നു. ബട്ട് എന്നാലും ഭയങ്കര പ്രശ്നമുള്ള മഴയല്ല. ഈ കൊടയിൽ എപ്പോഴും ഒരു ചാറ്റൽ മഴ ഉണ്ടാവും, പക്ഷേ നല്ല മഞ്ഞും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നലെ കുറച്ച് കറങ്ങാനൊക്കെ പോയി. ഈ പൂമ്പാറൈ, കൂക്കാൽ അങ്ങനെയുള്ള സ്ഥലമൊക്കെ ഞാൻ മുമ്പ് പോയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഞങ്ങളുടെ ചാനലിലുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫാമിലിയായിട്ട് ആ സ്ഥലമൊക്കെ അവരെ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. നല്ല മഞ്ഞ്, അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇതൊക്കെ ഓരോ ടൈപ്പ് റൂമാണ്. എൻ്റെ പുറകെ കാണുന്നത് വെളിയിൽ ഇങ്ങനെ ഇരിക്കാൻ ഒരു ലോൺ ഏരിയ, ഒന്ന് ചായയൊക്കെ കുടിക്കാൻ. കണ്ടോ, നല്ല അടിപൊളി അല്ലേ, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഗാർഡനും ഒക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി മേളിലോട്ട് പോകാം. ഇത് ലെയറായിട്ട് ഇരിക്കുന്നത് കേട്ടോ. ഏറ്റവും മേളിലാണ് നമ്മുടെ റിസപ്ഷനും ആ ഒരു റെസ്റ്റോറൻ്റൊക്കെ വരുന്നത്. ഇത് പുറകിലുള്ളൊരു പാർക്കിംഗ് ഏരിയ ആണ്. ഇതൊരു പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ പുറകിൽ. അത്യാവശ്യം ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം ഇവിടെ ഉണ്ട്. കണ്ടോ, കൊള്ളാമല്ലേ. ഭയങ്കര ഗ്രീനറി ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ നമുക്കിനി നടന്ന് ഒരു എക്കോ ഷോപ്പൊക്കെ ഉണ്ട്, ജസ്റ്റ് അതൊക്കെ നോക്കി കാണാം. പിന്നെ ഒരു ഗെയിം സോണുണ്ട്. മിക്ക റൂമുകളുടെ ഇടയിലും ഇങ്ങനെ ഇടവഴിയാണ് കേട്ടോ. നമുക്ക് തിരിച്ച് മുകളിലോട്ട് കയറാനുള്ള ആക്സസും എല്ലാം ഉണ്ട്. ഇതൊരു ഷോപ്പാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം എന്താ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും ഓയിൽ, കൊടൈഹിൽ ഹണി, സ്പൈസസ് അങ്ങനെയൊക്കെ കിട്ടുന്നൊരു ചെറിയ ഷോപ്പ്. ഇതൊരു ഗെയിം സോൺ ഏരിയ ആണ്. ഇതിപ്പോൾ രാവിലെ ആണ്ട് ലോക്ക്ഡാണ്, തുറന്നിട്ടില്ല. ഇതിനകത്ത് പൂൾ ഗെയിം, ടി ക്യാരംസ് ഒക്കെ കളിക്കാം. ഇതാണ് അവിടെ ഒരു ഗെയിം സോൺ ഏരിയ. ഇനി നമ്മുടെ റൂമൊന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. റൂമിൽ നിന്ന് ബാൽക്കണിയിലോട്ട് കാണുന്ന ഒരു കാഴ്ചയും അടിപൊളിയാണ് കേട്ടോ. അതോ ഇവിടെ നിന്ന് എല്ലാം താഴോട്ട് ആക്സസ് ചെയ്യാനായിട്ട് ഇടവഴി പോലുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. അപ്പോൾ നമ്മൾ റൂമിൽ കയറാം. കുറച്ച് മെസ്സിയായിട്ടായിരിക്കും കിടക്കുന്ന റൂം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഇവിടെ വരുമ്പോൾ ഒരു വിസിറ്റിംഗ് ഏരിയ പോലെയുണ്ട്. ഇവിടെ
ഒരു മിനി ബാറും പിന്നെ കോഫിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ബേസിക് കമ്മ്യൂണിറ്റീസ് എല്ലാം ഉണ്ട്. TV കാര്യങ്ങൾ, പിന്നെ ഇവിടെ ഒരു ബെഡ് വിത്ത് ബ്ലാങ്കറ്റ് എല്ലാം ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ബാൽക്കണിയിലോട്ട് കയറാനുള്ളൊരു ആക്സസ് ആണ്. ഇത് നേരെ കയറി പോകുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലോട്ടാണ്. കണ്ടോ, നമ്മുടെ റൂമിൽ നിന്ന് നേരെ വന്നാൽ ഒരു ബാൽക്കണി. നമ്മളിപ്പോൾ ആ ഒരു പൂളിൻ്റെ അവിടെ നിന്നാണ് വന്നത്. കണ്ടോ, നമുക്ക് അടിപൊളി ഒരു വ്യൂ ആണ്. എല്ലാ ബാൽക്കണിയിൽ നിന്നാലും അത്യാവശ്യം നല്ല വ്യൂ ആണ്. കാരണം ഇതൊരു സ്ലോപ്പിലാണ് അവരിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ബാൽക്കണി വേറെ റൂമിൻ്റെ. കണ്ടോ, എന്ത് രസമല്ലേ. ഇതാണ് നമ്മുടെ റൂം. അതായിരുന്നു നമ്മുടെ റെസ്റ്റോറൻറ്റ്. അത് ഗെയിം സോണിൻ്റെ ഔട്ട്ഡോർ ഏരിയ. അതും ഒരു റൂമാണ്. എൻ്റെ ബ്രദറിലും അവിടെയാണ് താമസിക്കുന്നത്. എനിക്ക് നല്ല വ്യൂ ആണ്. നോക്കിയേ, അടിപൊളി വ്യൂ ആട്ടോ ഇവിടെ നിന്ന്. പക്ഷെ മഞ്ഞായതുകൊണ്ട് കുറേ ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ അതൊരു രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടം മഞ്ഞ കേട്ടോ. മഞ്ഞത്ത് വരാനാണ്. ചിലർക്ക് മഞ്ഞ് അത്ര ഇഷ്ടമല്ല, കാര്യം സ്ഥലങ്ങൾ കാണാൻ പറ്റില്ല. പക്ഷേ എനിക്ക് എപ്പോഴും നമ്മൾ ഹിൽ സ്റ്റേഷൻ വരുമ്പോൾ മഞ്ഞും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാനല്ല. പിന്നെ ഈ മഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് റൂമിനകമൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. എന്താ ഇവിടെ ചെറിയ മിനി ബാറും സാധനങ്ങളും പിന്നെ കെറ്റിലും ടീക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ റൂമൊന്ന് കാണിച്ചു തരാം. ഒരു കിങ് സൈസ് ബെഡ് ഉണ്ട്. ഇവിടെ ഒരു മിറർ ആൻഡ് ടേബിള്, ഒരു ചെറിയൊരു വാർഡ്രോബ് ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു ബാത്റൂം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൽ വരുന്നത്. അപ്പോൾ ഈ കൊടൈ റിസോർട്ട് ഹോട്ടൽ നല്ലൊരു പ്രോപ്പർട്ടി ആട്ടോ. ഇത് പല പല പ്രൈസ് റേഞ്ചിലുണ്ട്. 4500 സ്റ്റാർട്ടിംഗ് ആണ്. ഇപ്പോൾ സീസണലി അത് ചേഞ്ച് ആവും. പിന്നെ എന്താ പറയുക, ഭയങ്കര ആക്സസ് ആണ്. ഇവിടുന്ന് ബ്രയാൻ പാർക്കൊക്കെ നടന്നു പോകാം. ഒരു 200-300 മീറ്റേഴ്സൊക്കെ ഉള്ളൂ. അവിടെ നിന്ന് കൊടൈ ലേക്കിലോട്ട് ആക്സസ് പോകാം. അപ്പോൾ അത്രയും എളുപ്പമാണ് ഇവിടെ നടന്നു പോകാനൊക്കെ. പിന്നെ എല്ലാം ലേക്കിനൊക്കെ വളരെ അടുത്താണ്. ലേക്കിന് അവിടെ നിന്ന് ഹാർട്ട്ലി ഒരു 500 മീറ്റേഴ്സൊക്കെ ഉള്ളൂ. അടുത്ത ഹോട്ടൽസ് ഉണ്ട്, ഇൻ ഹൗസ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. പിന്നെ നല്ല ഭക്ഷണമാണ് ഇവിടുത്തെ. നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ലഞ്ച് ഡിന്നറൊക്കെ പറഞ്ഞാൽ ഉണ്ടാവും. പിന്നെ എന്താ പറയുക, അപ്പോൾ ഒരു ഫാമിലി ആയിട്ട് വന്നാലും അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനൊക്കെ ആയിട്ട് വന്നാലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. കാരണം ഫാമിലിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പ്രോപ്പർട്ടി. അതേപോലെ എന്താ പറയുക, ബാച്ചിലേഴ്സൊക്കെ വന്നാൽ അവർക്ക് എൻജോയ് ചെയ്യാനായിട്ട് ക്യാമ്പ് ഫയർ, പൂള്, എല്ലാവരും ഇപ്പോൾ പൂളാണ് നോക്കുന്നത്. അപ്പം അടിപൊളി ഒരു പൂളുണ്ട് ഈ പ്രോപ്പർട്ടിയിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൊടൈ റിസോർട്ട് ഹോട്ടലിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. ഇഫ് യു ആർ നോട്ട് സബ്സ്ക്രൈബ് അവർ ചാനൽ, please do subscribe and hit the bell icon to get notification for the next video. This is Trav Cup. Bye.